പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര പ്രകാശ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. ഹരിറാം രശ്മി. സൂര്യപ്രകാശം മങ്ങിത്തുടങ്ങിയ കറുത്ത നാളുകളിൽ ഭൂമി മഞ്ഞുകട്ട പോലെ തണുത്തുറയാൻ തുടങ്ങി. പ്രകാശ സംശ്ലേഷണം നിലച്ചതോടെ സസ്യങ്ങൾ കരിഞ്ഞുടങ്ങി. ഓക്സിജന്റെ അളവ് കുറഞ്ഞു. ജീവിവർഗങ്ങൾ ഊർജമില്ലാതെ തളർന്നു വീണു. ഡോക്ടർ ഹരിറാം തൻ്റെ രഹസ്യ ലാബോറട്ടറിയിൽ ആ പരീക്ഷണത്തിന് ഈ സമയത്താണ് തുടക്കമിട്ടത്. സൂര്യപ്രകാശത്തിന് പകരമായി മറ്റൊന്ന്, അതായിരുന്നു ലക്ഷ്യം. പരാജയപ്പെട്ട നൂറുകണക്കിന് പരീക്ഷണങ്ങൾക്കൊടുവിൽ തളർന്നുറങ്ങിയ ഹരിറാം ഉണർന്നത് അസഹനീയമായ പ്രകാശത്തിലേക്കും ചൂടിലേക്കുമായിരുന്നു. തൻ്റെ ലാബിലെ ഉപകരണങ്ങൾക്കിടയിൽ സ്വർണ്ണവർണ്ണ രശ്മി പുറത്തു വരുന്നു. അദ്ദേഹം അതിനെ ആവേശത്തോടെ എച്ച് രശ്മി, ഹരിറാം കണ്ടുപിടിച്ച രശ്മി, ഹോപ്പ് അഥവാ പ്രതീക്ഷയുടെ രശ്മി എന്ന് പേര് നൽകി. ആ രശ്മി സസ്യലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചു. എച്ച് രശ്മി ഉപയോഗിച്ച് സസ്യങ്ങൾ വളരാൻ തുടങ്ങി. സാധാരണ സസ്യങ്ങളെക്കാൾ വേഗത്തിൽ വളരാനും പ്രതിരോധശേഷി കൈവരിക്കാനും സസ്യങ്ങൾക്ക് കഴിഞ്ഞു. രാത്രിയിലും പകലും ഓക്സിജൻ പുറത്തുവിടാനും ആ സസ്യങ്ങൾക്ക് സാധിച്ചു. കാരണം എച്ച് രശ്മിയുടെ പ്രകാശം രാവും പകലും ഒരുപോലെ കിട്ടിയിരുന്നു. വായുവും അന്തരീക്ഷവും മലിനമാക്കാതെ വായുവിനെ ശുദ്ധീകരിക്കാനുള്ള അത്ഭുത ശക്തി എച്ച് രശ്മിക്കുണ്ടായിരുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ശുദ്ധമായ ഊർജമാക്കി മാറ്റാൻ ഈ രശ്മി സഹായിച്ചു. മനുഷ്യനിലെ മാറ്റങ്ങൾ മനുഷ്യ ശരീരത്തിൽ രശ്മികൾ ഏൽക്കുന്നത് മൂലം അത്ഭുതകരമായി ഉണ്ടായി. പ്രത്യേക തിളക്കമുള്ള ചർമ്മം ഏവർക്കും കൈവരിക്കാൻ കഴിഞ്ഞു. പ്രതിരോധശേഷി, വിറ്റാമിൻ ഡി പോലെ പ്രത്യേക ശക്തി, ഇതെല്ലാം ലഭിച്ചു. ഊർജം കൂടുതൽ ലഭിച്ചപ്പോൾ കൂടുതൽ ആവേശത്തോടെ മനുഷ്യർ ജോലി ചെയ്തു തുടങ്ങി. മൃഗങ്ങൾ ഊർജം നേരിട്ട് സ്വീകരിക്കാൻ തുടങ്ങി. സസ്യഭുക്കുകൾക്ക് പുല്ലു തിന്നാതെ തന്നെ പ്രകാശത്തിലൂടെ ജീവൻ നിലനിർത്താമെന്ന അവസ്ഥ വന്നു. രാപ്പാടികൾ പകൽ സമയത്തും സജീവമായി. ഒരു പുതിയ സൂര്യൻ ലോകത്ത് വെളിച്ചം പകർന്നു നിന്നു. ഈ എച്ച് രശ്മി കൂടുതൽ പ്രഭാവത്തോടെ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മഞ്ഞിൽ മങ്ങിക്കിടന്ന സൂര്യപ്രകാശം തിരിച്ചു വന്നു. മേഘങ്ങളിൽ മറഞ്ഞിരുന്ന സൂര്യൻ പുറത്തു വന്നു. കൂടുതൽ കരുത്തുള്ളതും തെളിച്ചമുള്ളതുമായ സൂര്യപ്രകാശവും എച്ച് രശ്മിയും പരസ്പരം ഏറ്റുമുട്ടാതെ സൗഹൃദത്തോടെ ഭൂമിയിൽ തിളങ്ങി.